ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഏതായാലും ഇന്ന് തിങ്കളാഴ്ച പുതിയൊരു ട്രേഡിംഗ് വീക്കിലേക്കാണ് കിടക്കുന്നത്. സാർ, കഴിഞ്ഞ ദിവസത്തെ ഒരു US സൂചികളിലേക്ക് നോക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും വളരെ ഹൈ നോട്ടിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കാര്യമായിട്ടുള്ള ഇടിവിലൊന്നും തന്നെ രേഖപ്പെടുത്താതെ പ്രത്യേകിച്ചും ടെക് ഹെവി ആയിട്ടുള്ള സൂചികയിൽ വളരെ ശക്തമായിട്ട് അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് കാണുന്നത്. നാസ്ഡാക്ക് 100 ഒരു റെക്കോർഡ് ഹൈയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതി കണ്ടിരുന്നു. ഡൗ ജോൺസ് ആണെങ്കിലും S&P 500 സൂചികയാണെങ്കിലും വളരെ ഹെവി ആയിട്ടൊരു ബൈയിങ് തന്നെയായിരുന്നു കണ്ടിരുന്നത്. അമേരിക്കൻ വിപണികളിലുള്ള തുടർച്ചയായിട്ടുള്ള ഒരു മുന്നേറ്റത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, നമ്മൾ അമേരിക്കയിലെ ഡൗ ജോൺസ് ഇൻഡെക്സ് നാസ്ഡാക്ക് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് തുടർച്ചയായിട്ട് നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നത്. ഷോർട്ട് ടേം നോക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്ക് നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി മാറിയിരുന്നു. ഇപ്പോഴും വെള്ളിയാഴ്ച നേരിയൊരു നേട്ടം കിട്ടിയെങ്കിലും ആ ഒരു ട്രെൻഡിൽ മാറ്റമൊന്നുമില്ല. 44,600 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ഡൗ ജോൺസ് ഇൻഡെക്സിന് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറത്തുള്ളൂ. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ സപ്പോർട്ടിന് വേണ്ടി ശ്രദ്ധിച്ചിരിക്കുന്നത് 43,200 പോയിന്റ്. ഓൺ ദി അതർ ഹാൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ വളരെ ശക്തമായിട്ട് ഒരു ക്ലോസ് ആയിരുന്നു. ഇതിന്റെ പ്രധാന കാരണം രണ്ട് ടെക്നോളജി സ്റ്റോക്സ് ഒത്തിരി മാസങ്ങളായിട്ട് അണ്ടർ പെർഫോമൻസ് നൽകിയായിരുന്നു. അതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ്. സോ ആപ്പിളിന്റെ കേസിൽ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നല്ല മികച്ച നേട്ടമായിരുന്നു കിട്ടിയത്. അതിനെ തുടർന്ന് ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. സോ അതിനെ തുടർന്ന് നമുക്ക് ആപ്പിളിന്റെ കേസിൽ വരും സെഷൻസിൽ വീണ്ടും ഒത്തിരി നേട്ടം പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം തന്നെ ടെസ്ലയുടെ കേസിൽ നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ടെസ്ലയുടെ കേസിൽ $340 റെസിസ്റ്റൻസ് ടെസ്ലയ്ക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ടെസ്ലയുടെ കേസിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഗോൾഡിലേക്കാണ് ആദ്യം വരുന്നത്. ഗോൾഡിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നിപ്പോൾ ഒരു ഇടിവിലാണ്, ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് പ്രധാനമായിട്ടും കാണാൻ സാധിച്ചിരിക്കുന്നത്. $3,377.09 എന്നൊരു നിലയിലാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. ഒരു 0.5% ഒരു ഇടിവ് ഗോൾഡിൽ കാണുന്നുണ്ട്. ഗോൾഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്വർണത്തിന്റെ കേസിൽ കഴിഞ്ഞ ഏപ്രിൽ 22-നായിരുന്നു നമുക്ക് ഓൾ ടൈം ഹൈ നൽകിയ $3,510. ആ ഒരു ലെവല് വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗിൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു. എങ്കിലും ആ ഒരു നേട്ടമൊന്നും സ്വർണത്തിന് നിലനിർത്താൻ സാധിച്ചില്ല. സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് എസ്പെഷ്യലി ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ $3,440 വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. സർ, അതിനോടൊപ്പം തന്നെ ക്രൂഡിലേക്ക് കൂടി എത്തുകയാണ്. ക്രൂഡിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും വെള്ളിയാഴ്ച വളരെ ശക്തമായിട്ടൊരു ഫോള് ക്രൂഡിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ US പ്രസിഡന്റും ഒപ്പം തന്നെ പുതിനുമായിട്ടുള്ള ഒരു അത്തരത്തിലുള്ളൊരു മീറ്റിംഗ് ഒക്കെ നടക്കാനിരിക്കെ ഇന്നിപ്പോൾ പരിശോധിക്കുമ്പോഴേക്കും ആ ഒരു ഇടിവിൽ നിന്ന് തിരിച്ചൊരു ബൗൺസ് ബാക്ക് നടത്താനായിട്ട് ഇൻഡെക്സിന് ക്രൂഡിന് സാധിച്ചിട്ടുണ്ട്. WTI ക്രൂഡ് ആണെങ്കിലും ശരി, ബ്രെന്റ് ക്രൂഡ് ആണെങ്കിലും ശരി, ഏകദേശം 0.5%-1% ഒക്കെ ഒരു നേട്ടത്തിലാണ് കാണുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഈ ക്രൂഡിന്റെ കേസിൽ $69.50 ആയിരുന്നു വളരെ മേജർ ഒരു റെസിസ്റ്റൻസ്. കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 1.5 മാസമായിട്ട് ആ ഒരു ലെവലിൽ ടെസ്റ്റ് ചെയ്തു വരികയായിരുന്നു. ബട്ട് കഴിഞ്ഞ ഒരാഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്ത ഒത്തിരി വീക്ക്നെസ് ഇപ്പോൾ ക്രൂഡിന്റെ കേസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ കൈവശം ലോങ് പൊസിഷൻസ് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് $62 ലെവലിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, അതിനോടൊപ്പം തന്നെ നിഫ്റ്റിയിലേക്ക് വരികയാണ്. ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോഴേക്കും വെള്ളിയാഴ്ച വളരെ ഹെവി ആയിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഏകദേശം 200-ലധികം പോയിന്റ്സിൻ്റെ ഇടിവിലാണ് നിഫ്റ്റി 50 ക്ലോസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു താങ്കൾ വാച്ച് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 24,400 എന്നൊരു ലെവലായിരുന്നു. കഴിഞ്ഞ ദിവസം ആ ഒരു ലെവലും കൈവിട്ടുകൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50-ലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ അനില പറഞ്ഞത് വളരെ ശരിയാണ്. 24,400 പോയിന്റ് വളരെ നിർണായകമായിട്ടൊരു സപ്പോർട്ട് ലെവൽ. ആ ഒരു സപ്പോർട്ട് ഇപ്പോൾ നിലവിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സോ ഇന്നും നമുക്ക് നിഫ്റ്റി 50യുടെ കേസിൽ ഒരു വീക്ക് ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നതിന്റെ കൺഫർമേഷൻ നമുക്ക് ലഭിക്കും. ആ ലെവലിൽ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 24,380 ആയിരിക്കും പിന്നീട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട്. 23,380 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് മാർക്കറ്റിൽ നമ്മൾ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ വളരെ റിസ്കി ആയിരിക്കും.
സർ, അപ്പം ബാങ്ക് നിഫ്റ്റിയിലേക്ക് കൂടി എത്തിയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം 500-ലധികം പോയിന്റ്സിൻ്റെ ഒരു ഇടിവ് ബാങ്ക് നിഫ്റ്റിയിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ആ ഒരു ഡേ ലോ ടച്ച് ചെയ്തതിനു ശേഷം ഏകദേശം 56,904 എന്നൊരു നില പറയുക, 54,905.6 എന്നൊരു ലെവൽ ടെസ്റ്റ് ചെയ്തതിനു ശേഷം അവിടെ നിന്ന് ആ ഒരു ലോയിൽ നിന്ന് ഒരു 100 പോയിന്റ്സിനടുത്തൊരു ബൗൺസ് ബാക്ക് നടത്താനായിട്ടും നിഫ്റ്റി ബാങ്ക് സൂചിക്ക് സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, അൺഫോർച്ചുനേറ്റ്ലി നിഫ്റ്റി ബാങ്കിന്റെ കേസിലും നമുക്ക് അറ്റ് ദ മൊമെന്റ് വീക്ക്നെസ്സേ കാണാൻ സാധിക്കുന്നുള്ളൂ. സോ നിഫ്റ്റി ബാങ്കിന്റെ കേസിലും ഷോർട്ട് ടേം ട്രെൻഡ് വളരെ വീക്കായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ഇപ്പോൾ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 54,800 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് റിവേഴ്സൽ കാണണമെങ്കിൽ 56,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഇന്നത്തെ ട്രേഡിൽ അത് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവായിട്ടാണ് കാണുന്നത്. സർ, അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിൽ ഒരു പ്രധാനപ്പെട്ട കമ്പണൻ്റ് ആയിട്ടുള്ള SBIയുടെ റിസൾട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പല നമ്പേഴ്സിലും പല പാരാമീറ്റേഴ്സിലും സ്ട്രീറ്റിൻ്റെ ഒരു എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു നമ്പേഴ്സായിരുന്നു കമ്പനി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അറ്റാദായത്തിൽ ഏകദേശം 12% വാർഷിക വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ റവന്യൂവിലുമൊക്കെ കൃത്യമായിട്ടുള്ള വളർച്ച രേഖപ്പെടുത്താനായിട്ടും കഴിഞ്ഞ ഒരു ക്വാർട്ടറിൽ SBIക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഓഹരികളിലേക്ക് വരികയാണെങ്കിൽ വളരെ ഫ്ലാറ്റായ ഒരു ടോണിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ബാങ്ക് നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരു ഭേദപ്പെട്ട പ്രകടനമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാനും സാധിക്കുന്നുണ്ട്. SBI ഓഹരികളിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? SBIയുടെ കേസിൽ ഏപ്രിൽ മാസത്തിന് ശേഷം ഈ ഒരു സ്റ്റോക്ക് സൈഡ് വേസ് മൂവ്മെന്റ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു പാറ്റേണിൽ വെള്ളിയാഴ്ചത്തെ ട്രേഡിലും നമുക്ക് ഒരു മാറ്റവും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 784 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറും. ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ അവസരം ലഭിക്കണമെങ്കിൽ 210 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സർ, അപ്പം ടാറ്റ മോട്ടോഴ്സിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി 50 ഉൾപ്പെടെയുള്ള ടാറ്റ മോട്ടോഴ്സും വെള്ളിയാഴ്ച കമ്പനിയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ അത്ര സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള നമ്പേഴ്സ് അല്ല കമ്പനി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഏകദേശം അവരുടെ ഒരു കമ്പനിയുടെ അറ്റാദായത്തിൽ 30% വരെ ഇടിവ് റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഓഹരികളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് നിക്ഷേപകർക്ക് കാര്യമായ തോതിൽ റിട്ടേൺസ് നൽകിയില്ല എന്ന് മാത്രമല്ല ഒരു ബിയറിഷ് ഫേസിലേക്ക് കടന്നൊരു ഓഹരി കൂടിയാണ് ടാറ്റ മോട്ടോഴ്സ്. ഇന്നലെ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം ഒരു 2% ഇടിവിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സ് ഓഹരികളുള്ള ഒരു ടേക്ക് എന്താണ്? ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ വീണ്ടും നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 620 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസിൽ 670 മുതൽ 690 രൂപ ഈ റേഞ്ചിലായിരിക്കും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത്. സർ, അടുത്തതായിട്ട് അശോക ബിൽകോണിൽ താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പരിശോധിക്കുമ്പോഴേക്കും ഒരു ഫ്ലാറ്റിഷ് ടോണിൽ ഒരു ശക്തമായൊരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. 0.86% ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അശോക ബിൽകോൺ ഓഹരികളിൽ താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്? അല്ല, നമ്മൾ അശോക ബിൽകോൺ ഏത് റിയാലിറ്റി സെക്ടർ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീക്ക്നെസ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. നേരത്തെ അനില ചൂണ്ടിക്കാണിച്ചിരുന്നു DLFന്റെ കേസിൽ പോലും വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു കണ്ടതെന്ന്. സോ അശോക ബിൽകോൺ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഇതിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. കൈവശം ഈ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 185 രൂപയിലായിരിക്കണം. ആൻഡ് ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 212 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു പോസിബിലിറ്റി അറ്റ് ദ മൊമെന്റ് വളരെ കുറവായിട്ടാണ് കാണുന്നത്. സർ, ഏതായാലും അതിനോടൊപ്പം തന്നെ നിഫ്റ്റി റിയൽറ്റി സെക്ടറിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വീക്കിൽ ഒരുപക്ഷെ ഏറ്റവും വേഴ്സ്റ്റ് പെർഫോമിംഗ് സെക്ടറിൽ ഒന്നായിരുന്നു നിഫ്റ്റി റിയൽറ്റി സൂചിക. വെള്ളിയാഴ്ച പരിശോധിക്കുകയാണെങ്കിൽ 2% മുകളിൽ ഒരു നഷ്ടത്തിലാണ് നിഫ്റ്റി റിയൽറ്റി സൂചിക ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി റിയൽറ്റി സൂചിയുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? നിഫ്റ്റി റിയാലിറ്റിയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഷോർട്ട് ടേം നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരാഴ്ചയിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വീക്ക് ക്ലോസിനെ തുടർന്ന് ഈവൻ ഷോർട്ട് ടേം ട്രെൻഡ് ഹസ് ടേൺഡ് ബെയറിഷ്. സോ അറ്റ് ദ മൊമെന്റ് നമുക്ക് ഇതിന്റെ ഒരു ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ബിക്കോസ് നിഫ്റ്റി റിയാലിറ്റി ഇൻഡെക്സ് അതിന്റെ ഏറ്റവും ലോവസ്റ്റ് ലെവലിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നത്. സോ വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്.
സാർ അതിനോടൊപ്പം തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയിൽ ഉൾപ്പെട്ടുള്ള ഒരു ഗെയിലുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. ഗെയിലിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങൾ വളരെ ശക്തമായൊരു വോളിയം സർജ് ഈ ഒരു ഓഹരിയിൽ നടന്നതായിട്ടാണ് കാണുന്നത്. അതേസമയം വളരെ ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. 0.98% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ട്, അതായത് ബെഞ്ച്മാർക്ക് ഇൻഡെക്സ് ഒക്കെ ഇടിവിലേക്ക് നീങ്ങുമ്പോൾ പോലും 0.98% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഗെയിൽ ഓഹരികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഗെയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഗെയിലിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. വെള്ളിയാഴ്ച കണ്ടിരിക്കുന്ന ഒരു നേരിയ റിക്കവറി അത് വെറും ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് 175 മുതൽ 185 ആ റേഞ്ചിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവായിട്ടാണ് കാണുന്നത്. സാർ അതിനോടൊപ്പം തന്നെ ഈ അടുത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ടില്ല NSDLനെ സംബന്ധിച്ചൊരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. NSDLനെ സംബന്ധിച്ച് പലപ്പോഴും താങ്കൾ തന്നെ ഈ ഫോർത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ഹൈപ്പിയെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ഒരു മെർച്ചന്റ് ബാങ്ക്സ് അടക്കം വളരെ ശക്തമായിട്ട് ഹൈപ്പ് നൽകിക്കൊണ്ടായിരിക്കും വിപണിയിലേക്ക് എത്തുക. ഏതായാലും NSDLനെ സംബന്ധിച്ചിട്ടും അത്തരമൊരു ഹൈപ്പ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ലിസ്റ്റ് ചെയ്തതിനു ശേഷം ബെഞ്ച്മാർക്ക് ഇൻഡെക്സ് അടക്കം മറ്റെല്ലാ സൂചികകളും ഇടിവിലേക്ക് നീങ്ങിയപ്പോൾ പോലും തുടർച്ചയായിട്ട് മുന്നേറ്റം നടത്തിയ ഒരു ഓഹരി കൂടിയാണ് NSDL. NSDL ഓഹരികളുടെ ഒരു ഭാവിയെക്കുറിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? NSDLന്റെ കേസിൽ നമുക്കിപ്പോൾ ചാർട്ട് അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു ഒപ്പീനിയൻ നൽകാൻ സാധിക്കത്തില്ല. കാര്യം ഇത് ലിസ്റ്റ് ചെയ്തിട്ട് വെറും 3 ട്രേഡിംഗ് സെഷൻസ് മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിംഗ് വേണ്ടി ഒരുങ്ങണം. എസ്പെഷ്യലി നമ്മളൊരു സ്പെക്കുലേറ്റീവ് പർപ്പസിന് വേണ്ടി പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ. ബട്ട് നമ്മൾ NSDL, CDSL മുതലായ സ്റ്റോക്സ് ഒക്കെ നോക്കുമ്പോഴേക്കും ഇതൊക്കെ ലോങ് ടേമിന് വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും ഹോൾഡ് ചെയ്യാവുന്ന സ്റ്റോക്സാണ്. ബട്ട് ജനറലി മാർക്കറ്റിൽ ഓവറോൾ ഇത്രത്തോളം വീക്ക്നെസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ല സ്ട്രാറ്റജി. സർ അതിനോടൊപ്പം തന്നെ ചെന്നൈ പെട്രോളത്തിലൊരു കൂടി പങ്കുവയ്ക്കാമോ? ചെന്നൈ പെട്രോളിയത്തിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചക്കിടെ ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് എസ്പെഷ്യലി കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ ഒത്തിരി സെല്ലിംഗ് പ്രഷറും ഈ സ്റ്റോക്ക് നേരിട്ടിട്ടുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 618 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 680, 712 ഈ ഒരു റേഞ്ചിലായിരിക്കും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത്. സാർ അതിനോടൊപ്പം തന്നെ PNB ഹൗസിംഗ് ഫിനാൻസിലുള്ള താങ്കളുടെ റിവ്യൂ കൂടി പങ്കുവയ്ക്കാമോ? PNB ഹൗസിംഗിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ശക്തമായിട്ട് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കവറിംഗ് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് 800 മുതൽ 840 ഈ റേഞ്ചിലായിരിക്കും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത്. ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സർ അതിനോടൊപ്പം തന്നെ ടെക്നോളജി സ്പേസിൽ നിന്നുള്ള ടൻല പ്ലാറ്റ്ഫോംസിലുള്ള ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. ടൻലയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു 3 ട്രേഡിംഗ് സെഷൻസിലായിട്ട് ശക്തമായിട്ടൊരു സെൽ ഓഫ് നേരിട്ട ഒരു ഓഹരി കൂടിയാണ്. വെള്ളിയാഴ്ച ബെഞ്ച്മാർക്ക് ഇൻഡെക്സിനോടൊപ്പം തന്നെ ടൻലയിലും വളരെ ഹെവി ആയിട്ടൊരു സെൽ ഓഫ് കണ്ടിരുന്നു. 3.5% നഷ്ടമാണ് ടൻലയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ടൻലയിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ടെൻലയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്ക് നമുക്ക് മെയ് മാസത്തിന് ശേഷം നല്ല നേട്ടമാണ് നൽകിയിരിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്ക് ഇതിന്റെ ഒരു വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് സോൺ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ബേസ് വന്നിട്ട് 600 രൂപയിലും ഇതിന്റെ പീക്ക് വന്നിട്ട് 712 രൂപയിലും കാണുന്നത്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 590 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. 700 രൂപയുടെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രം പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുക. കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ട്രേഡിംഗ് വീക്കിൽ തുടർച്ചയായിട്ടൊരു വോളറ്റാലിറ്റി റിഫ്ലക്റ്റ് ചെയ്തൊരു ഓഹരിയായിരുന്നു BSE ലിമിറ്റഡ് എന്ന് പറയുന്നത്. BSE ഓഹരികൾ സംബന്ധിച്ചിട്ട് വെള്ളിയാഴ്ച 2% നഷ്ടത്തിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. BSE ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? BSEയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്ക് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2285 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേം വീണ്ടും ബുള്ളിഷായി മാറണമെങ്കിൽ 2610 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. എങ്കിൽ മാത്രം പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുക.
ചില ന്യൂ ഏജ് കമ്പനികളെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിക്കുകയാണ്. അതിൽ ആദ്യത്തേത് സ്വിഗ്ഗിയാണ്. സ്വിഗ്ഗിയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞൊരു വീക്കിൽ പൊതുവെ BSE പോലെ തന്നെ വളരെ വോളറ്റൈലായിട്ടൊരു വീക്കായിരുന്നു സ്വിഗ്ഗിയെ സംബന്ധിച്ചും കാണാൻ സാധിച്ചിരുന്നത്. വെള്ളിയാഴ്ച വളരെ ഹെവി ആയിട്ടൊരു സെൽ ഓഫ് സ്വിഗ്ഗി ഓഹരികൾ കണ്ടിരുന്നു. 3.44% ഇടിവിൽ 384.8 എന്ന നിലയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. സ്വിഗ്ഗി ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്വിഗ്ഗിയുടെ കേസിൽ നമുക്ക് മെയ് മാസത്തിന് ശേഷം നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് നേരിയ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത് ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ ഓവറോൾ വീക്ക്നെസ് ഇൻ ദ നിഫ്റ്റി 50. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 375 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. 375 സപ്പോർട്ട് വരും സെഷൻസിൽ നിലനിർത്താൻ സാധിച്ചാൽ നമുക്ക് വളരെ ലോ റിസ്ക് ആയിട്ട് ഒരു നല്ല ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കും. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 410 രൂപ. യെസ് സർ, അതിനോടൊപ്പം തന്നെ അദാനി ഗ്രൂപ്പിലേക്ക് കൂടി എത്തുകയാണ്. അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞൊരു വീക്കിൽ തുടർച്ചയായിട്ട് ഏകദേശം 1 മുതൽ 7% പല ഓഹരികളും വീക്കിലി ബേസിസിൽ ഇടിഞ്ഞിരിക്കുന്നത്. അദാനി ഓഹരികളുള്ള താങ്കളുടെ ഒരു ഓവറോൾ എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി അദാനി സ്റ്റോക്സ് ഒക്കെ തന്നെ ബെയറിഷായി മാറിയിട്ടുണ്ട്. അദാനി എനർജി, അദാനി എന്റർപ്രൈസസ്, അദാനി ഗ്രീൻ മുതലായ എല്ലാ സ്റ്റോക്സിലും നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ അതുകൊണ്ട് തന്നെ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അറ്റ് ദ മൊമെന്റ് അത് നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ ഒരു അദാനി സ്റ്റോക്കിലും ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. അദാനി പോർട്ടിന്റെ കേസിൽ മാത്രം ലോങ് ടേം ട്രെൻഡ് ഇപ്പോഴും ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ പൊസിഷൻ ഉണ്ടെങ്കിൽ 1310 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സർ, അതിനോടൊപ്പം തന്നെ ഏതർ എനർജിയിലേക്ക് കൂടി വരികയാണ്. ഏതർ എനർജിയെ സംബന്ധിച്ചിട്ട് വിപണിയിലേക്ക് എത്തിയിട്ട് അധികം നാളായിട്ടില്ല. ഏകദേശം ഒരു മെയ് മാസം അവസാനമൊക്കെ ആയിരുന്നു ഓഹരി ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രത്യേകിച്ച് ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൽ ഒരു ഇടിവ് തുടർന്നപ്പോൾ പോലും വളരെ ശക്തമായിട്ടുള്ളൊരു ബൈയിങ് ആണ് ഏതർ എനർജിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. 7.11% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് വെള്ളിയാഴ്ച ഏതർ എനർജി ക്ലോസ് ചെയ്തിരിക്കുന്നത്. വ്യാഴാഴ്ചയും വളരെ ഹെവി ആയിട്ടൊരു സെൽ ഓഫ് കണ്ടിരുന്നു. ഏതർ എനർജി ഓഹരികളുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? ഏതറിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. 398 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത 2 മേജർ റെസിസ്റ്റൻസ് 445, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 465. അതിനോടൊപ്പം തന്നെ ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗർ എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി പങ്കുവയ്ക്കാമോ? ബജാജ് ഹിന്ദുസ്ഥാൻ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയർഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 21 രൂപ 50 പൈസയിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു സ്മോൾ ക്യാപ് സ്പേസിനുള്ള ഓഹരിയായിട്ടുള്ള ഗോദ്രെ ഫിലിപ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ കൂടി ചോദിക്കുകയാണ്. ഗോദ്രയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ബുധനാഴ്ച ഏകദേശം 10% നേട്ടം ഈ ഒരു ഓഹരിയിൽ കണ്ടിരുന്നു. പിന്നീട് അവിടെ നിന്ന് വ്യാഴാഴ്ചയിലേക്ക് കടന്നപ്പോൾ ആദ്യ മിനിറ്റിൽ ഒരു ഹൈ ഉണ്ടായിരുന്നു എങ്കിൽ പോലും പിന്നീട് അവിടെ നിന്നൊരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ചയും ആ ഒരു ഇടിവിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഗോദ്രെ ഫിലിപ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഗോഡ്ഫ്രി ഫിലിപ്സിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിലെ വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദിസ് ഇസ് ഒരു എത്തിക്കലി എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കമ്പനിയാണ്. ബിക്കോസ് ദിസ് ഇസ് ഇൻ ടൊബാക്കോ ബിസിനസ്. ബട്ട് ഇതിന്റെ ഒരു മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കും 9,600 രൂപ. സർ, അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു മികച്ച നമ്പേഴ്സ് പബ്ലിഷ് ചെയ്തൊരു കമ്പനിയായിരുന്നു കല്യാൺ ജുവലേഴ്സ്. എന്നാൽ കല്യാൺ ജുവലേഴ്സിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഓഹരികളിലേക്ക് എത്തുമ്പോഴേക്കും വളരെ മാസീവായിട്ടൊരു സെൽ ഓഫ് ആണ് വെള്ളിയാഴ്ച കാണാൻ സാധിച്ചിരിക്കുന്നത്. 10% നഷ്ടത്തിൽ 528.1 എന്ന നിലയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. കല്യാൺ ജുവലേഴ്സിലുള്ള ഈ ഒരു ഇടിവിനൊരു പിന്നിലെ പ്രധാന കാരണം എന്താണ്? ഒപ്പം തന്നെ ഈ ഓഹരികളെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
നമുക്ക് ഈ ഒരു സ്റ്റോക്ക് മാർച്ച് മാസത്തിന് ശേഷം കാണുമ്പോഴേക്കും നമുക്ക് നല്ലൊരു റിക്കവറി ആയിരുന്നു ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. ബട്ട് ഈ ഒരു സ്റ്റോക്ക് നമ്മൾ കഴിഞ്ഞ ഒരു 5-8 മാസത്തെ പാറ്റേൺ നോക്കുമ്പോഴേക്കും ഈ ജനുവരി മാസത്തിൽ നമുക്കൊരു ഓൾ ടൈം ഹൈ നൽകിയതിന് ശേഷം വളരെ ഹെവി ആയിട്ടൊരു സെല്ലിംഗ് ആയിരുന്നു ഈ സ്റ്റോക്ക് നേരിട്ടത്. അതേ ഒരു പാറ്റേൺ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 518 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് 622 രൂപയിലായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഈ ഒരു ബെയറിഷ്നെസ് റിവേഴ്സ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല എളുപ്പത്തിന് ആ ഒരു ബെയറിഷ്നെസ് റിവേഴ്സ് ചെയ്യാൻ സാധിക്കുമെന്ന്. ഒപ്പം റെയിൽവേ ഓഹരികളിലേക്ക് കൂടി എത്തുകയാണ്. റെയിൽവേ ഓഹരികളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ വീക്കിൽ ഭൂരിഭാഗം റെയിൽവേ ഓഹരികളും നെഗറ്റീവ് ടോണിൽ തന്നെയാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. എടുത്തു ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ടെക്സ്മാക്കോ റെയിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. ടെക്സ്മാക്കോ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം 2.23% ഒരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ടെക്സ്മാക്കോയിലുള്ള താങ്കളുടെ ഒരു ഓവറോൾ വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഏത് റെയിൽവേ സ്റ്റോക്ക് എടുത്താലും നമുക്ക് വീക്ക്നെസ്സേ കാണാൻ സാധിക്കുന്നുള്ളൂ. അറ്റ് ദ മൊമെന്റ് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് റെയിൽവേ സ്റ്റോക്സിലൊക്കെ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. നമുക്ക് ഈ സ്റ്റോക്കിൽ ഒന്നും തന്നെ അതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. റെയിലിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 120 രൂപയായിരിക്കും. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇത്തരമൊരു അതായത് ടാരിഫുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്ക് മേൽ 50% താരിഫ് ഏർപ്പെടുത്തുമെന്ന് ട്രംപിൻ്റെ പ്രഖ്യാപനമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഏറ്റവും കൂടുതൽ നിക്ഷേപകരുടെ ശ്രദ്ധാകേന്ദ്രമായത് ടെക്സ്റ്റൈൽ സെക്ടറായിരുന്നു. ടെക്സ്റ്റൈൽ തന്നെ ഗോകുൽദാസ് എക്സ്പോർട്സുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ഇന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാമോ? അൺഫോർച്ചുനേറ്റ്ലി ഗോകുൽദാസ് എക്സ്പോർട്സിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ ഒരു മാസമായിട്ട് കനത്ത സെല്ലിംഗ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു പീക്ക് ലെവൽ 1260 കഴിഞ്ഞ നവംബർ മാസത്തിലായിരുന്നു. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് വീക്ക്നെസ് ആയി സ്റ്റോക്കിൽ കാണുന്നത്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. സോ ഈ സ്റ്റോക്കിൽ ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഇതിന്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ 680 രൂപയിലാണ് കാണുന്നത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ റിസ്കി ആയിരിക്കും. സർ, അതിനോടൊപ്പം തന്നെ മൊബിക്വിക്ക് എന്നൊരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി പങ്കുവയ്ക്കാമോ? മൊബിക്വിക്കിന്റെ കേസിൽ നമ്മളെയൊക്കെ ലിസ്റ്റിങ്ങിന് ശേഷം നിരാശപ്പെടുത്തിയ ഒരു സ്റ്റോക്കാണ് മൊബിക്വിക്ക്. ആൻഡ് കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് നോക്കുമ്പോഴും വളരെ മികച്ച ക്വാർട്ടർലി പെർഫോമൻസ് അല്ലായിരുന്നു. എങ്കിലും ഈ സ്റ്റോക്ക് 218, 220 ഈ ഒരു റേഞ്ചിൽ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ആ ഒരു ബോട്ടം നമുക്ക് കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 198 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ 300 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. സർ, അതിനോടൊപ്പം തന്നെ ഇൻഡസ് ടവേഴ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടി ചോദിക്കുകയാണ്. ഇൻഡസ് ടവേഴ്സിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞൊരു ജൂലൈ 30 ശേഷം തുടർച്ചയായിട്ട് ഇങ്ങോട്ടേക്ക് വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് നേരിട്ട ഓഹരിയാണ്. വെള്ളിയാഴ്ചയാണെങ്കിലും 0.5% മുകളിൽ ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇൻഡസ് ടവേഴ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇൻഡസ് ടവേഴ്സിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ ഇത്രയും വലിയൊരു ഹെവി സെൽ ഓഫ്നെസ് തുടർന്ന് ഒരു ഷോർട്ട് കവറിംഗ് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 345, 358 ഈ ഒരു റേഞ്ചിലായിരിക്കും നമ്മൾ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത്. താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് ടൈറ്റൻ ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് കൂടി പങ്കുവയ്ക്കാമോ? ടൈറ്റന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. കമ്പനിയുടെ റിസൾട്ട് വളരെ മികച്ച റിസൾട്ട് ആയിരുന്നു ഈ ക്വാർട്ടറിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. 3290 രൂപയിലായിരിക്കാം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിന് 3520 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും.
ഏതായാലും താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തത്. താങ്ക് യു. യെസ്, ഏതായാലും മാർക്കറ്റ് പ്രസിൻ്റെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒപ്പം തന്നെ പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ നൽകിയിരിക്കുന്ന ഒരു ഇൻഫർമേഷൻസും സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലൊരു സോളിസിറ്റേഷനോ അല്ല, മറിച്ച് ഇതെല്ലാം തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പ്രദീപ് സാർ ഇവിടെ പങ്കുവച്ച എല്ലാ ഇൻഫർമേഷൻസും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഒപ്പീനിയനും മാത്രമാണ്. അതിനോടൊപ്പം തന്നെ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് കൃത്യമായ പഠനങ്ങൾക്ക് ശേഷവും ഒപ്പം തന്നെ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസ് തേടിയതിനു ശേഷവും മാത്രം നടത്തുക എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അല്പസമയത്തിനകം പ്രീ മാർക്കറ്റ് അപ്ഡേറ്റും ഒപ്പം തന്നെ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് മാർക്കറ്റ് സ്ക്രീനിൽ വീണ്ടും കാണാം. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്.